ഷാനവാസിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള മാസ് എപ്പിസോഡുകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് ബിഗ് ബോസ് മലയാളം സീസൺ 7-ൽ ഒറ്റയാനായി മത്സരിക്കാൻ സാധ്യതയുള്ള ഒരാൾ ഷാനവാസ് ആണെന്ന് തോന്നുന്നു. അങ്ങനെ തോന്നാനും ഒരു കാര്യമുണ്ട്. അതായത് ജിസേല്, അക്ബർ, ആര്യൻ ഇവരുടെ ഗാങ്ങിനെ ഒറ്റയടിക്കങ്ങ് ഒറ്റയാനായി തന്നെ അടിച്ചിരിക്കുകയാണ് നമ്മുടെ ഷാനവാസ്. രാത്രി 1:30 മണിവരെ നീണ്ടു എന്നുള്ളതാണ് ഈ വിഷയത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഷാനവാസിന്റെ പുറകെ പൂച്ചക്കുട്ടികളെ പോലെ നടക്കുന്ന ജിസേലിനെയും അക്ബറിനെയും അതുപോലെ തന്നെ അപ്പാനെയുമാണ് കാണാൻ കഴിഞ്ഞത്. ഷാനവാസിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്ന് അറിയാതെ മാറി നിന്നിട്ട് ഇവര് 3 പേരും കുറെ ചർച്ചയൊക്കെ ചെയ്യുന്നുണ്ട്. ജിസേൽ പറയുന്നുണ്ട് പുള്ളിയെ എങ്ങനെയെങ്കിലും പറഞ്ഞൊന്ന് കൺവിൻസ് ചെയ്തില്ലെങ്കിൽ അത് പ്രശ്നമാകും. ഇതിനൊക്കെ ശേഷം നമ്മുടെ ഷാനവാസും പറയുന്നുണ്ട്, ഞാൻ വന്ന് കയറിയതിനു ശേഷം നിങ്ങൾ എല്ലാവരും ഗ്രൂപ്പായിട്ട് എന്നെ ടാർഗറ്റ് ചെയ്യുകയാണ്. ഞാൻ ഇവിടെ ഗെയിം കളിക്കുന്നുണ്ട്, എല്ലാവർക്കും എതിരെയും കളിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ആരെയും ഒന്നും ഗ്രൂപ്പായിട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടില്ല. ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്യുകയുമില്ല. ഞാൻ ഒറ്റയ്ക്കാണ് വന്നത്. ഒറ്റയ്ക്ക് തന്നെ ഗെയിം കളിക്കാനാണ് എന്റെ ഉദ്ദേശം. അങ്ങനെ ആരെയും പുറത്താക്കാൻ എനിക്ക് ഉദ്ദേശമില്ല. ഞാൻ ഇവിടെ ഒറ്റയ്ക്കാണ് കളിക്കുന്നത്. ഗ്രൂപ്പായി പ്ലാൻ ചെയ്ത ഒരാളെ പുറത്താക്കണമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിക്കുന്നില്ല എന്ന് തന്നെയാണ് ഷാനവാസ് ഇപ്പോൾ പറയുന്നത്. അതേസമയം അക്ബറിനോടും ജിസേലിനോടുമൊക്കെ ഷാനവാസ് പറയുന്നുണ്ട്, നിങ്ങൾ കളിക്കുന്ന കളി എന്താണെന്നൊക്കെ എനിക്കറിയാം. അതിനുള്ള പണി തരേണ്ട സമയത്ത് ഞാൻ തരും. അതിനുള്ള തെളിവ് എന്റെ കയ്യിലുണ്ട്. നീയൊക്കെ അനുമോളെ പുറകെ നിന്ന് പോയപ്പോൾ ഞാൻ എല്ലാം കണ്ടുകൊണ്ട് അവിടെ മിണ്ടാതെ നിന്നത് എനിക്കൊന്നും അറിയാത്തത് കൊണ്ടല്ല, ഞാൻ വേണ്ട എന്ന് വെച്ചത് കൊണ്ടാണ്. അറിയാത്ത പോലെ മിണ്ടാതെ നിന്നത് ഞാൻ വേണ്ട എന്ന് കരുതിയത് കൊണ്ട് മാത്രമാണ്. അതുമാത്രമല്ല, വെളിയിലുള്ളവരെ ബാധിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ പറയേണ്ട എന്നും കൂടെ ഞാൻ വിചാരിച്ചിട്ടാണ്. എന്നാൽ എപ്പോഴും ഞാൻ അങ്ങനെ നിൽക്കണമെന്നില്ല. പറയേണ്ട സമയത്ത് ഞാൻ പലതും പറയും. അത് ചിലപ്പോൾ നിനക്കൊന്നും താങ്ങാൻ കഴിയില്ല എന്ന് നമ്മുടെ ഷാനവാസ് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ പറയുന്നുണ്ട്. വളരെ മികച്ച രീതിയിലുള്ള ഒരു പെർഫോമൻസ് തന്നെയാണ് നമ്മുടെ ഷാനവാസ് ഇപ്പോൾ കാഴ്ചവെക്കുന്നത്. സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് മലയാളം സീസൺ 7 കപ്പ് വരെ നേടാനുള്ള കഴിവ് ഷാനവാസിന് ചിലപ്പോൾ ഉണ്ടായേക്കാം. നമ്മുടെ അക്ബറും കൂട്ടരും ഒക്കെ തന്നെയും ഷാനവാസിനെ ഒരുപാട് ട്രിഗർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അത് ഷാനവാസിന് അങ്ങോട്ട് ഏൽക്കുന്നില്ല. സത്യം പറഞ്ഞാൽ ഒറ്റക്കാണ് ഷാനവാസ് എന്നുണ്ടെങ്കിൽ പോലും വളരെ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് അദ്ദേഹം ഗെയിം കളിക്കുന്നത്. അങ്ങനെ 3 പേരും ശ്രമിച്ചിട്ടും ഷാനവാസിനെ അങ്ങ് കൗണ്ടർ ചെയ്യാൻ പറ്റുന്നില്ല. ഒടുവിൽ ഷാനവാസിനെ കൺവിൻസ് ചെയ്യാനായിട്ട് അപ്പാനി, അക്ബർ ഗ്യാങ് ട്രൈ ചെയ്യുന്നുണ്ട്. ഒറ്റക്കാണ് ഷാനവാസ് ഇവരെയൊക്കെ നിശ്ചലമാക്കി കളഞ്ഞത്. ഈ ഒരു കാര്യം കൊണ്ട് തന്നെ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ ഷാനവാസിന് ഇതൊന്നും അത്ര വലിയ കാര്യമല്ല. ഒറ്റയ്ക്ക് ഡോമിനേറ്റ് ചെയ്ത് ഗെയിം കളിക്കാൻ പറ്റുന്ന ഒരേ ഒരു കണ്ടസ്റ്റന്റ് നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ 7-ൽ അത് ഷാനവാസ് തന്നെയാണ്. അക്ബറും അപ്പാനിയും ഒക്കെ തന്നെ ഇതിനു മുൻപ് തന്നെ പലരെയും ടാർഗറ്റ് ചെയ്യാൻ ഗ്രൂപ്പായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ട് നമ്മുടെ ബിന്നിക്കെതിരെ ഒക്കെ തന്നെ ഇവർ നീങ്ങിയിരുന്നു. അനുവിനെ ടാർഗറ്റ് ചെയ്യാനും ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഈ കളികളൊന്നും ഏൽക്കാത്തത് നമ്മുടെ ഷാനവാസിന്റെ അടുത്ത് തന്നെയാണ്. ഷാനവാസ് കണക്കിന് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്.